ശശിഭൂഷൺ സാറിൻ്റെ ഈ സംഭാഷണം ഒരു ക്ലാസ്സിലിരിക്കുന്ന അനുഭവം വരുന്നു. അപ്പോൾ ചില സംശയങ്ങളും വരുന്നുണ്ട് സാർ. ഒരു കാര്യം, നമ്മൾ പുലിവാഹനായിട്ടാണ് നമ്മൾ അയ്യപ്പനെ സങ്കല്പിക്കുന്നതും അല്ലെങ്കിൽ അയ്യപ്പനെ ആരാധിക്കുന്നതുമെല്ലാം. പക്ഷേ അയ്യപ്പൻ്റെ വാഹനം അശ്വാരൂഢനാണ്, കുതിരയാണ് അയ്യപ്പൻ്റെ വാഹനം. ആ കൊടിമരത്തിൻ്റെ മുകളിലും കുതിരയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. എല്ലാ ക്ഷേത്രത്തിലും ആ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ദേവൻ്റെ ദേവിയുടെ വാഹനമാണ് കൊടിമരത്തിൻ്റെ മുകളിൽ പ്രതിഷ്ഠിക്കുക. അപ്പോൾ സ്വാഭാവികമായി സന്നിധാനത്ത് ആ കൊടിമരത്തിന് മുകളിൽ കുതിരയാണ്. ഈ കുതിര അല്ലെങ്കിൽ അശ്വം വാഹനമായി വരുന്ന ഒരു സങ്കല്പം, അത് പക്ഷേ പുലിവാഹനമാണ്. ഇതൊന്ന് പറഞ്ഞു തരാമോ സാർ? ഈ അയ്യപ്പൻ്റെ വാഹനം അശ്വൻ തന്നെയാണ്, അല്ല കുതിര തന്നെയാണ്, അശ്വാരൂഢൻ. അപൂർവമായിട്ട് ആനയുടെ പുറത്തിരിക്കുന്ന അയ്യപ്പനെയും കണ്ടിട്ടുണ്ട്, ഗജവാഹനനായിട്ടുള്ള. അത് ചെറിയ വ്യത്യാസമുണ്ട് തമ്മിൽ. ഇതെല്ലാം പ്രതീകാത്മകമാണ്. മനസ്സാകുന്ന കാട്, ആ മനസ്സാകുന്ന കാട്ടിൽ കാമം, ക്രോധം, മതം, ലോഭം തുടങ്ങിയ ദുഷ്ടമൃഗങ്ങളെ അയ്യപ്പൻ വേട്ടയാടുന്നു. ആ വേട്ടയാടാനായിട്ട് അയ്യപ്പനെ അവിടെ എത്തിക്കുന്നത്, കാട്ടിലെത്തിക്കുന്നത്, അതിന് സഹായിക്കുന്നത് വാഹനമായ കുതിര. ഇതാണ് സങ്കല്പം. നമ്മളതിനെ വെറും അതിൻ്റെ വാച്യമായ അർത്ഥത്തിൽ അതിനെ കാണേണ്ട ആവശ്യമില്ല. ഈ കുതിര എന്ന് പറയുമ്പോൾ തന്നെ കടിഞ്ഞാണുള്ള കുതിരയാണ് അയ്യപ്പൻ്റെ വാഹനം. അതായത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ആ മനസ്സെന്ന് പറയുമ്പോൾ അത് ചപലമാണ്, ചഞ്ചല സ്വഭാവമുള്ള മനുഷ്യരാണ്. ആ മനുഷ്യരെ ദുർവികാരങ്ങളിൽ നിന്നും വിചാരങ്ങളിൽ നിന്നും നിയന്ത്രിക്കുവാൻ കഴിയണം എന്ന ഒരു സന്ദേശം അങ്ങനെ വ്യംഗ്യമായി കൊടുക്കുകയാണ് ഈ വിഗ്രഹ സങ്കല്പത്തിലൂടെയും വാഹന സങ്കല്പത്തിലൂടെയും അപ്പോൾ വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ പുലിവാഹനൻ എന്ന് പറയുന്നത് മണികണ്ഠനാണ് പുലിവാഹനൻ. അത് പിൻകാലത്ത് വന്ന ഒരു സങ്കല്പമാണ്. ഈ വിശ്വാസം, ആചാരം, ഫോക്ലോർ, ചരിത്രം ഇതെല്ലാം കൂടെ കൂടിക്കുഴഞ്ഞ് കിടക്കുകയാണ് ഇന്ന് ശബരിമലയിലും ശബരിമല വിശ്വാസത്തിലും. അതിന് മണികണ്ഠൻ എന്ന് പറയുന്നത് ആണ് പന്തള രാജാവിൻ്റെ പുത്രൻ അല്ലെങ്കിൽ വളർത്തുപുത്രൻ എന്ന സങ്കല്പത്തിൽ ഉണ്ടാവുന്നത്. അത് പിൽക്കാലത്തുണ്ടായ ഒരു ജനകീയ കഥയാണ്, അല്ലെങ്കിൽ ഫോക്ലോറാണ്. ആ ഫോക്ലോറിൽ അയ്യപ്പനാണ് പുലിവാഹനൻ. എന്നാൽ പ്രാചീന കാലത്ത് കേരളത്തിലെ കളങ്ങളിൽ ഈ പുലിവാഹനനായിട്ടുള്ള അയ്യപ്പനെ വരയ്ക്കാറേ ഇല്ല. അത് ആനയുടെ പുറത്തിരിക്കുന്ന അയ്യപ്പനെ അല്ലെങ്കിൽ അശ്വത്തിൻ്റെ പുറത്തിരിക്കുന്ന അയ്യപ്പനെ, അതല്ലെങ്കിൽ നിൽക്കുന്ന തരത്തിൽ അമ്പും വില്ലുമായി നിൽക്കുന്ന തരത്തിൽ ഉള്ള അയ്യപ്പനെയാണ് കളങ്ങളിൽ വരയ്ക്കുന്നത്. ഏതാണ്ട് 108ഓളം പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് കേരളത്തിലുള്ളത്. അത് മലമ്പ്രദേശങ്ങളിൽ അയ്യപ്പൻ, അത് സമുദ്രതീരങ്ങളിൽ ദുർഗയുടെ പ്രതിഷ്ഠകൾ. ഇതാണ് നമ്മുടെ ഒരു സങ്കല്പം. ഈ 108 ക്ഷേത്രങ്ങളിൽ ശൗര്യമലയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ശൗര്യമലയാണ് കാലാന്തരത്തിൽ ശബരിമലയായിട്ട് ഭക്തന്മാരെ ഏറ്റെടുത്തതും ഇന്ന് ശബരിമലയെന്നാണ് പറയുന്നത്. പക്ഷേ അയ്യപ്പൻ പാട്ടുകളിൽ അതിനെ ശൗര്യമലയെന്നാണ് പറഞ്ഞിരുന്നത്. ശബരിപീഠം, ശബരി എന്നുള്ള പേര് രാമായണവുമായി ബന്ധപ്പെട്ട ശബരി പീഠത്തിൻ്റെ ഒരു കഥ കൂടിയുണ്ടല്ലോ സാർ. തീർച്ചയായിട്ടും ശബരിയുടെ കഥ ഒരു ചരിത്രകാരൻ എന്ന നിലയിൽ പറയുമ്പോൾ അത് പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ട കഥയാണ്. കാരണം രാമായണത്തിലെ ശബരിയുടെ സ്ഥലം എന്ന് പറയുന്നത് ഇവിടെയല്ല. അത് കിഷ്കിന്ധയിൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള ആ ആരണ്യകാണ്ഡ അത് പറയുന്ന ആ ശബരിയുടെ സ്ഥാനം എന്ന് പറയുന്നത് അത് കർണാടകത്തിൻ്റെയോ അല്ലെങ്കിൽ കർണാടകത്തിൻ്റെയും വടക്കൻ ഭാഗങ്ങളിലോ ആണ്. പക്ഷേ അത് പ്രശ്നമല്ല. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തീർത്ഥാടന വേളയിൽ അവർ ഈ ദൈവിക സങ്കല്പവുമായിട്ടൊരു താതാത്മ്യം പ്രാപിക്കും. ആ പ്രാപിക്കുമ്പോൾ അവരുടെ ഭാവനയിൽ ഒരുപാട് സ്മരണകൾ വരും. ആ സ്മരണകൾ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെടും. അതുകൊണ്ട് ഒരു വിശ്വാസിക്ക് ശബരി പീഠം എന്ന് പറയുന്നത് ശബരിയുടെ പീഠമായി തന്നെ വിചാരിക്കാം. പക്ഷേ ഒരു ചരിത്രകാരൻ്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ആ ശബരി സമ്പ്രദായത്തിലുള്ള ഒരു സന്യാസ അല്ലെങ്കിൽ ഒരു പരിത്യാഗികളുടെ ഒരു പീഠം പിൽക്കാലത്ത് ഇവിടെ ഈ പമ്പയിൽ ഉണ്ടായി എന്ന് വേണമെങ്കിൽ കരുതാം. അതാവാനാണ് ശരി. ഈ പന്തള രാജകുമാരൻ ഒരു ഭാഗത്ത്, പമ്പാവാസൻ, ആ ഒരു സങ്കല്പം ഒന്ന് വിശദീകരിക്കുമോ ശശിഭൂഷൺ? അതെ, പാണ്ഡ്യ രാജകുടുംബത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് മധുരയിലായിരുന്നു. പിന്നീട് ഇതിന് 5 ശാഖകൾ വന്നു. അതിൽ ഒരു ശാഖ തെങ്കാശി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറി.
അപ്പോഴേക്കും പാണ്ഡ്യരുടെ പ്രതാപമൊക്കെ നഷ്ടപ്പെട്ടു. ചോഴന്മാരും പാണ്ഡ്യന്മാരും തമ്മിലുള്ള യുദ്ധം ഉണ്ടാകുന്നു. അതിൽ ചോഴന്മാർ പാണ്ഡ്യന്മാരെ പരാജയപ്പെടുത്തുന്നു. പാണ്ഡ്യന്മാർക്ക് മധുര ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോഴും ഈ തെങ്കാശി ഭാഗത്ത് ഒരു പാണ്ഡ്യശാഖ ഉണ്ടായിരുന്നു. ആ പാണ്ഡ്യശാഖ പിൽക്കാലത്ത് കേരളത്തിലേക്ക് വരുന്നു. അങ്ങനെ കേരളത്തിലേക്ക് വരുന്ന ആ പാണ്ഡ്യശാഖ ആദ്യം വരുന്നത് അച്ചൻകോവിലാണ്. അവിടെ അയ്യപ്പനാണ് അവരുടെ ഇഷ്ടദേവൻ. അവരുടെ മധുര മീനാക്ഷിയാണ് പരദേവത പാണ്ഡ്യരുടെ. ആ അയ്യപ്പൻ ഇഷ്ടദേവതയായിട്ടുള്ള തെങ്കാശി ശാഖ ആദ്യമായിട്ട് അച്ചൻകോവിലിൽ വരുന്നു. പിന്നീട് അവർ കോന്നിയിൽ വരുന്നു. ആ കോന്നിയിൽ നിന്ന് പിന്നീട് അവർ പാണ്ഡനാട്ടിലേക്ക് വരുന്നു. പാണ്ഡനാട്ടിൽ നിന്ന് ഒടുവിൽ അവർ പന്തളത്തെത്തുന്നു. ഇതാണ് കഥ. എന്നാൽ മധുര ആസ്ഥാനമാക്കിയിട്ടുള്ള പാണ്ഡ്യരുടെ മറ്റൊരു ശാഖ കുറേ കൂടി മുമ്പ് തന്നെ പൂഞ്ഞാറിലെത്തിയിരുന്നു. ആ പൂഞ്ഞാറിലെത്തിയിരുന്ന ശാഖയുടെയും ഇഷ്ടദേവൻ അയ്യപ്പൻ തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തെ പന്തള രാജകുമാരനായിട്ട് അയ്യപ്പൻ പാട്ടുകളിൽ പറയാൻ കാരണം ഈ തെങ്കാശിയിലെ നിന്ന് വന്ന് അച്ചൻകോവിലേക്ക് വന്ന ആ പാണ്ഡ്യശാഖയിലെ ഒരു രാജകുമാരൻ്റെ അദ്ദേഹം അയ്യപ്പ ഭക്തനായിരുന്നു. അദ്ദേഹമാണ് മണികണ്ഠൻ. ആ മണികണ്ഠനാണ് ഏതോ ഒരു കാലഘട്ടത്തിൽ കൊള്ളക്കാരാൽ നശിപ്പിക്കപ്പെട്ടു പോയ ശബരിമലയിലെ ക്ഷേത്രം വീണ്ടും പുനഃസ്ഥാപിക്കുന്നത്. ആ പുനഃസ്ഥാപിക്കുന്ന ആൾ അവസാനം അവിടെ ഭക്തനായി ജീവിക്കുകയും വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം പഴയ ഭാഷയിൽ പറഞ്ഞാൽ സമാധിയാവുകയും ചെയ്തു. അപ്പം മണികണ്ഠൻ പൂജിച്ച ആ അയ്യപ്പനെയാണ് ഇന്ന് ശബരിമലയിൽ പൂജിക്കുന്നത്. ആ സങ്കല്പത്തിലാണ് ശബരിമലയിലെ പൂജാ സംവിധാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയത്ത് ഈ ശാസ്താവിൻ്റെ മറ്റു 108 ക്ഷേത്രങ്ങളെപ്പറ്റി പറഞ്ഞുവല്ലോ. അപ്പോൾ അതിനകത്ത് വളരെ പ്രശസ്തങ്ങളായ ക്ഷേത്രങ്ങളുണ്ട്. തിരുവുള്ളക്കാവ്, മഹാകവി ചങ്ങമ്പുഴയെ എഴുത്തിനിരുത്തിയത് തിരുവുള്ളക്കാവിലാണ്. അദ്ദേഹത്തിൻ്റെ അപൂർണമായ ആത്മകഥയിൽ തിരുവുള്ളക്കാവിലെ അയ്യപ്പസ്വാമിയുടെ പ്രസാദത്തെപ്പറ്റിയും അനുഗ്രഹത്തെപ്പറ്റിയും അനുസ്മരിക്കുന്നുണ്ട്. അതുപോലെ അത് തൃശ്ശൂർ ജില്ലയിലാണ് തിരുവുള്ളക്കാവ്, ചേർപ്പ് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത്. അതുപോലെ ആറാട്ടുപുഴ എന്ന് പറയുന്നൊരു സ്ഥലം, അതും വീണ്ടും തൃശ്ശൂർ ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആനകൾ അണിനിരക്കുന്നത് ഈ ആറാട്ടുപുഴയിലെ ശാസ്താക്ഷേത്രത്തിലാണ്. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലെ അനേകം പൊതുവേ മലമ്പ്രദേശങ്ങളിലാണ് അയ്യപ്പൻ്റെ ഉള്ളതെങ്കിൽ കൂടിയും അത് അല്ലാതെയും ചില ഉദാഹരണങ്ങളുണ്ട്. ഉദാഹരണത്തിന് തൃക്കുന്നപ്പുഴ, അത് ഹരിപ്പാടിനടുത്താണ്. അവിടെ വളരെ പ്രശസ്തമായ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. ഇങ്ങനെയുള്ള അയ്യപ്പ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഭക്തന്മാർ പോകാറുണ്ട്. പക്ഷേ കാലം മാറിയതോടുകൂടി ഈ ശബരിമലയിലാണ് ഇപ്പോൾ അയ്യപ്പ ഭക്തന്മാരുടെയും കേരളീയരുടെയും അവരുടെയൊക്കെ ഒരു ശ്രദ്ധാകേന്ദ്രം ശബരിമലയാണ്. അതിന് കാരണം അവിടുത്തെ പൂജയിലെ ഉള്ള ചില പ്രത്യേകതകളും ആ പ്രതിഷ്ഠയുടെ ചില അത്ഭുതങ്ങളും പരിവേഷങ്ങളും ആണ് എന്ന് പറയേണ്ടി വരും. കൃത്യമായി പറഞ്ഞാൽ ഒരു ശബരിമലയിൽ ഒരു തീപിടുത്തം ഉണ്ടായി. തീപിടുത്തം എന്നല്ല പറയേണ്ടത്, അതൊരു തീവെപ്പായിരുന്നു. ആ തീവെപ്പിനെ തുടർന്ന് ശബരിമലയുടെ പ്രശസ്തി മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ വർദ്ധിക്കുന്നതായി കാണുകയാണ്. നമുക്കറിയാം, തിരുവിതാംകൂർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി സർവേ ചെയ്ത വാർഡൻ കോർണർ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥന്മാരുടെ സർവേ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിനകത്ത് പറയുന്നത് അതിലെ വാർഡാണ് ശബരിമലയിൽ പോയത്. ആ വാർഡ് ശബരിമല സർവേ ചെയ്തിട്ട് ഇതിനകത്ത് റിപ്പോർട്ടിൽ പറയുന്നത് 5000 പേരാണ് ഒരു സീസണിൽ ഇവിടെ തീർത്ഥാടകരായി എത്തുന്നതെന്ന്. ആ 5000 പേരുടെ സ്ഥാനത്താണ് ഇന്ന് കോടിക്കണക്കിന് ഭക്തന്മാർ എത്തുന്നത്. ശബരിമല അങ്ങനെ മാറുന്നു. കാലം കഴിയുന്നതോടുകൂടി ശബരിമലയിൽ ഇനിയും മാറ്റങ്ങൾ ഉണ്ടാവും. തീർത്ഥാടകരുടെ എണ്ണം കൂടുകയേ ഉള്ളൂ.